ഹലോ, ഇന്നിപ്പോൾ സിനോബിയിലട്ടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ആലപ്പുഴ വരെ വന്നാണ്. ആലപ്പുഴ കായംകുളത്ത് വന്നാട്ടോ. ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ ഒന്നല്ല 2 വീഡിയോ എടുക്കാൻ വന്നതാണ്. അപ്പോൾ വീഡിയോ എടുത്തിട്ട് തിരിച്ച് പോണ വഴിക്കാണ് ഇതാ ഈ കാണുന്ന മനോഹരമായ കാഴ്ചയാണത്. അപ്പോൾ ഞാനിപ്പം സിനോബിയും കുട്ടിയെയും വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. അടിപൊളി കാഴ്ചയല്ലേ? ഞാൻ എന്തായാലും ഫ്രണ്ട് ക്യാമറ ഓണാക്കാം കേട്ടോ. ഭൂമിയിൽ ഇത്രത്തോളം മനോഹരമായ കാഴ്ചകളൊക്കെ വളരെ റെയറാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ സിറ്റിയിലൊക്കെ ജീവിക്കുന്നവർക്ക് ഇങ്ങനെ ചെറിയൊരു ബീച്ച്, ഇതൊരു ചെറിയൊരു ബീച്ചാണ്. ആലപ്പുഴ എത്തിയിട്ടില്ല ഞാനിപ്പോൾ, ഇപ്പോഴും ആലപ്പുഴ എത്തിയിട്ടില്ല. ഇവിടെ 2-3 ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫിഷിംഗ് ബോട്ടൊക്കെ ഉണ്ട്. ഇതവിടെ ഇങ്ങനെ പാറക്കൂട്ടം ഒക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. അവിടെ ചെറിയൊരു കടയൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാർ അവരവിടെ ചീട്ടുകളിയൊക്കെയാണ്, അത് വേറെ കാര്യം. പിന്നെ കുറച്ച് ആൾക്കാർ അപ്പുറം ചൂണ്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. കണ്ടത് അവിടേക്ക് കണ്ട ആൾക്ക് വീഡിയോയിൽ വരാൻ അത്ര താല്പര്യമില്ല പാവങ്ങൾ. ആൾക്കൂടെ ആരാണ്ട് ചോറൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ തന്നെ ഓടിക്കളഞ്ഞു. ഓക്കെ, ഇപ്പം എന്തായാലും അടിപൊളി കാഴ്ച കേട്ടത്. നന്നായിട്ട് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മണൽ എവിടെ നിന്നാണ് കിട്ടുക? എന്താല്ലേ പ്രകൃതിയുടെ ആ ഒരു വികൃതി. ഇങ്ങനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കല്ല് എന്തോരം പൊടിക്കണം, പക്ഷേ ഒരു മെക്കാനിസത്തിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ താനെ പൊടിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് കിടക്കണ കാഴ്ച കാണണം. വാവ്, സൂപ്പർ. അവിടെ കൊക്കുകൾ മീൻ പിടിക്കുന്നു, കാക്ക മീൻ പിടിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് സൺസെറ്റ് അവിടെ ഇപ്പം തന്നെ സംഭവിക്കും കേട്ടോ. ആ ഒരു ഫ്രെയിം അടിപൊളിയാണല്ലേ? ആ ഫിഷിംഗ് ബോട്ട് ആ സൂര്യൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്ക് സൂര്യൻ അസ്തമിക്കുകയാണെങ്കിൽ അടിപൊളിയായനെ. നമുക്കത് നോക്കാം കേട്ടോ. ആ ഒരു ഫിഷിംഗ് ബോട്ട് പതുക്കെ വന്ന് അപ്പോഴേക്കും സൂര്യനും താഴ്ന്ന് അവിടെ മാത്രമല്ല കേട്ടോ, അത് ആ സൂര്യൻ്റെ താഴെയായിട്ടൊരു ഫിഷിംഗ് ബോട്ടുണ്ട്. അത് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഇത്ര അടുത്തേടെ പോണ ഫിഷിംഗ് ബോട്ട്, വാ, അത്രയും ദൂരെ ആ ഒരു സൂര്യന് തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയൊരു ഫിഷിംഗ് ബോട്ട് കാണാൻ പറ്റും നമുക്ക്. അത്രയും ദൂരെ വരെ ആളുകൾ മീൻ പിടിക്കാൻ പോകുന്നു. പുറംകടലിൽ മീൻ പിടിക്കാൻ പോണവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് അവരില്ലാത്തത് കൊണ്ട് ഒരു സുഖമില്ല. അല്ലെങ്കിൽ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ കുട്ടിക്ക് എന്തായാലും പേടിയാവും ഇത് കാണുമ്പോൾ തന്നെ. കുട്ടി ജീവിതത്തിൽ കണ്ടിട്ടില്ല കടലും, ഇങ്ങനെ ഇത്രയും വലിയ കടൽ കണ്ടിട്ടില്ല. സൂപ്പർ. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതിപ്പോൾ രാത്രി ആയി കഴിഞ്ഞ് കഴിയുമ്പോഴല്ലോ ഈ കാണുന്ന വെള്ളം ഇവിടം വരെയൊക്കെ കയറി വരും കേട്ടോ. ഈ കാണുന്ന കല്ല് വരെയൊക്കെ കയറി വരും. അന്നേരം കടൽ കുറച്ചും കൂടിയും ശുഭിതമായിരിക്കും. ചന്ദ്രൻ്റെ പുള്ളിങ്ങാണല്ലോ. ഇതാ സൂര്യൻ അസ്തമിച്ചു കേട്ടോ. ഒരു പൊടിക്കലുള്ളൂ സൂര്യനെ കാണാൻ, ഒരു തരി മാത്രം, ഒരു പൊടി മാത്രം. സൂപ്പറല്ലേ? എന്തായാലും കടൽ കാണാൻ സാധിച്ചു. അപ്പം ഞാൻ തിരിച്ചു പോവാണ്. നമ്മുടെ സൂര്യൻ അസ്തമിച്ചു. ചെറിയൊരു പൊടിയുണ്ട്, പൊടി ബാക്കി.